ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫി ആയി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഭൂമിയുടെ ഘടന. ഈ ഭാഗത്തു നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ, ഭൂമിയുടെ ഘടന, എർത്ത് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് പോരുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന. നോക്കാം. ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെ ഭൂവസ്തുക്കൾ വ്യത്യസ്ത പാളികളായാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെ, അതായത് നമ്മൾ ചവിട്ടുന്ന ആ ഭാഗം മുതൽ ഭൂമിയുടെ അകക്കാമ്പ് വരെ എങ്ങനെയാണ് വസ്തുക്കളെ വ്യത്യസ്ത പാളികളായിട്ടാണ് അവിടെ അടുക്കി വെച്ചിട്ടുള്ളത്, വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഭൂമിയുടെ ഉള്ളറയെ പറ്റി നേരിട്ട് വിവരം ലഭിക്കാനുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഭൂമിയുടെ പുറം ഭാഗത്തുള്ളതോ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്നതോ ആയ ശിലകൾ. അപ്പം നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി നേരിട്ട് വിവരം ലഭിക്കാൻ നമുക്ക് നേരിട്ട് പോയി നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതിലൊരു മാർഗം എന്താണ്? ഭൂമിയുടെ പുറം ഭാഗത്തുള്ളതോ അല്ലെങ്കിൽ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്നതോമായ ശിലകൾ വഴി നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൻ്റെ ഭാഗങ്ങൾ സംബന്ധിച്ച വിവരണം ശേഖരിക്കുന്നതിനായുള്ള പ്രധാന ഡ്രില്ലിംഗ് പ്രൊജക്റ്റുകളുണ്ട്. അതാണ് ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റ്, ഇൻ്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റ് എന്നിവ. അപ്പോൾ ഈ ഭൂവൽക്കത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് രണ്ട് തരം പ്രൊജക്റ്റുകളുണ്ട്. ഡ്രില്ലിംഗ് പ്രൊജക്റ്റുകൾ, ഡ്രില്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കുഴിക്കുക അല്ലേ. അപ്പോൾ ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും ഇൻ്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റ്. അഗ്നിപർവ്വതങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ഉരുകിയ രൂപത്തിലുള്ള ദ്രവവസ്തുക്കളാണ് മാഗ്മ. അഗ്നിപർവ്വതങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ആ ഉരുകിയ രൂപത്തിലുള്ള ദ്രാവക വസ്തുവില്ലേ, അതിന് പറയുന്നതാണ് മാഗ്മ അല്ലേ. നേരിട്ടല്ലാതെ വിവരം ലഭിക്കാനുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഭൗമോപരിതലത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്നതിനനുസരിച്ച് ശിലാവസ്തുക്കളുടെ സാന്ദ്രതയും വർദ്ധിച്ചു വരുന്നു. ഒരു മാർഗമാണ്. നേരിട്ടല്ലാതെ വിവരം ലഭിക്കാനുള്ള സ്രോതസ്സുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത എന്താണ്? ഭൂമിയിലെ പർവ്വതങ്ങൾക്ക് സമാനമായ വസ്തുക്കൾ തണുത്തുറഞ്ഞാണ് ഉൽക്കാശിലകൾ രൂപപ്പെടുന്നതെന്ന് കണ്ടെത്തിയതിനാൽ ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കാശിലകളെ പഠനവിധേയമാക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഭൂഘടനയെ സംബന്ധിച്ച് ധാരണ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നേരിട്ടല്ലാതെ വിവരം ശേഖരിക്കാനുള്ള മറ്റു പ്രധാന സ്രോതസ്സുകളാണ് ഭൂഗുരുത്വാകർഷണം, ഭൗമിക കാന്തിക മണ്ഡലം, ഭൂകമ്പ പ്രവർത്തനങ്ങൾ എന്നിവ. അപ്പോൾ നമ്മൾക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നേരിട്ടല്ലാതെ വിവരം ശേഖരിക്കാനായിട്ട് മറ്റു മാർഗങ്ങളുണ്ട്. അതാണ് ഭൂഗുരുത്വാകർഷണം, ഭൗമിക കാന്തിക മണ്ഡലം, അതുപോലെ തന്നെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ വഴിയും നമുക്കിതിനെപ്പറ്റിയൊക്കെ അറിയാൻ സാധിക്കും. ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശ ദൂരമാണ് 6378 കിലോമീറ്റർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 6378 കിലോമീറ്ററാണ് പറയുന്നത്. ഇനി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപമോ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട്, അതായത് കുറച്ച് കുഴിച്ച് ചെന്ന് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സി ബോക്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൻ്റെ പേരെന്താണ്? അതാണ് ഓക്സി ബോക്സ്. നോക്കിക്കേ, ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ കുഴിക്കുന്നതിന് അല്ലേ, ആഴം പോകുന്നതിനനുസരിച്ച് എങ്ങനെയാണ്? താപവും
മർദ്ദവും കൂടുന്നു. അപ്പോൾ ചോദിക്കാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ലേ, ഭൂമിയിൽ ആഴം കൂടുന്നതനുസരിച്ച് താപവും മർദ്ദവും എന്ത് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിൽ എത്രയാണെന്നാണ് പറഞ്ഞത്, 5000 ഡിഗ്രി സെൽഷ്യസ് താപം എന്നാണ് പറഞ്ഞത്. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദവ്യതിയാനത്തിന് കാരണം. മർദ്ദവ്യതിയാനത്തിന് കാരണം എന്താണ്? മുകളിലത്തെ പാളികളിൽ നമ്മൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദവ്യതിയാനത്തിന് കാരണമായിട്ട് വരുന്നത്. ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന ആ തരംഗങ്ങളെ നമ്മൾ പഠിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ നമ്മൾ വ്യത്യസ്ത പാളികളായി തിരിച്ചു വച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? അതാണ് ഭൂവൽക്കം. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്, ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോറ്, ഇന്നർ കോറ്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഭൂവൽക്കം എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഇനി ഈ ഭൂവൽക്കം കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അടുത്ത ഭാഗമാണ് മാൻഡിൽ. മാൻഡിലിന് ശേഷം വരുന്ന പാളിയാണ് പുറക്കാമ്പ്. അതിനുശേഷം കേന്ദ്രത്തിൽ വരുന്നതാണ് എന്ത്? അകക്കാമ്പ്. അപ്പം എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി ഫസ്റ്റ് നമുക്ക് ഭൂവൽക്കത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. അപ്പോൾ ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഏതാണ്? അത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഈ ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം 40 കിലോമീറ്റർ. ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം എത്രയാണ്? 40 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഈ ഭൂവൽക്കത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം എത്രയാണ്? 40 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതാണ് വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. ഭൂവൽക്കത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങൾ. ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാണ് വൻകര ഭൂവൽക്കം, 2 സമുദ്രതട ഭൂവൽക്കം. അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗം. വൻകര കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റ്. അങ്ങനെ 2ആയിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഈ വൻകര ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് 30 കിലോമീറ്ററും സമുദ്രതട ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് 5 കിലോമീറ്ററുമാണ്. പ്രധാന പർവ്വത മേഖലകളിൽ വൻകര ഭൂവൽക്കം കട്ടിയുള്ളതായിരിക്കും. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിൻ്റെ കനം 70 കിലോമീറ്ററാണ്. അപ്പോൾ പർവ്വത മേഖലകളിൽ എങ്ങനെയാണ്? ഈ വൻകര ഭൂവൽക്കത്തിന് കട്ടി കൂടുതലാണ്. ഹിമാലയ പർവ്വത മേഖലയിൽ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് 70 കിലോമീറ്ററാണ്. വൻകരയേക്കാൾ സാന്ദ്രത കൂടുതലും കനം കുറവും കടൽ തറയ്ക്കാണ്. വൻകര ഭൂവൽക്കത്തേക്കാൾ നമുക്ക് എന്താണ്? സാന്ദ്രത കൂടുതലും പക്ഷേ കനം കുറവും എവിടെയാണ്? അത് കടൽ തറയ്ക്കാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്ററാണ്. എന്നാൽ സമുദ്രതട ഭൂവൽക്കം 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ വരെ സാന്ദ്രതയുള്ള താരതമ്യേന കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് സിയാലസിമ. സിലിക്കയും അലുമിനിയം എന്നീ വസ്തുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. ഈ വൻകര ഭാഗത്തിൻ്റെ മുകൾ തട്ടാണ്. ഇവിടെ എന്താണ്? സിലിക്ക, അലുമിനിയം എന്നീ ധാതുക്കൾ കൂടുതലായും മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാലാണ് വൻകര ഭൂവൽക്കം എങ്ങനെ അറിയപ്പെടുന്നത്? സിയാൽ എന്നറിയപ്പെടുന്നത്. ഇനി സിലിക്കയും
അലുമിനിയമാണ് കേട്ടോ അവിടെ. അടുത്തത് നോക്കിക്കേ, സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ, സിലിക്കയും മഗ്നീഷ്യവും ഈ രണ്ട് ധാതുക്കൾ മുഖ്യമായും അടങ്ങിയതിനാൽ സമുദ്രതട ഭൂവൽക്കത്തിനെ സീമ എന്ന് പറയുന്നു. സിയാലിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സീമ കാണപ്പെടുന്നത്. അപ്പം വൻകര ഭൂവൽക്കത്തിൽ കാണുന്നത് സിലിക്ക, അലുമിനിയം, അതുകൊണ്ട് അതിനെ സിയാൽ എന്ന് പറഞ്ഞു. ഇനി സമുദ്രതട ഭൂവൽക്കത്തിലോ സിയാലിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ സിലിക്കയും മഗ്നീഷ്യവും കാണപ്പെടുന്നു. അപ്പോൾ ഈ സമുദ്രതട ഭൂവൽക്കം അറിയപ്പെടുന്നത് സീമ എന്നാണ്. ഓക്കെ, ഇളം നീല നിറത്തിലുള്ള ഫെലിസിക് ശിലകളാണ് സിയാൽ. ഇരുണ്ട നിറത്തിലുള്ള മാഫിക് ശിലകളാണ് എന്ത്? സീമ എന്ന് പറയുന്നത്. ഇളം നിറത്തിലാണ് സിയാൽ, ഇരുണ്ട നിറത്തിലാണ് സീമ. ഇനി ഇവിടെ നമുക്കൊരു ബോക്സിൽ ഇവർ വൻകര ഭൂവൽക്കത്തിൻ്റെയും സമുദ്രതട ഭൂവൽക്കത്തിൻ്റെയും സവിശേഷതകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്, പക്ഷേ സമുദ്ര ഭൂവൽക്കത്തിനോ കുറവാണ്. ഇനി വൻകര ഭൂവൽക്കത്തിന് ഏകദേശം 30 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്ററേ ഉള്ളൂ. സാന്ദ്രതയുടെ കാര്യം പറഞ്ഞാൽ വൻകര ഭൂവൽക്കത്തിന് സാന്ദ്രത കുറവാണ്, പക്ഷേ സമുദ്രതട ഭൂവൽക്കത്തിന് സാന്ദ്രത കൂടുതലാണ്. 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ് വൻകര ഭൂവൽക്കത്തിനെങ്കിൽ എത്രയാണ്? സമുദ്രതടത്തിന് 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. ഇനി വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്ക, അലുമിനിയമാണ്. ഇവ സിയാൽ എന്നറിയപ്പെടുന്നു. സമുദ്രതട ഭൂവൽക്കത്തിൽ സിലിക്ക, മഗ്നീഷ്യം, ഇവ സീമ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ ഉള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഈ മാൻഡിൽ എവിടെ മുതലാണ് വ്യാപിക്കുന്നത്? ഭൂവൽക്കത്തിൻ്റെ തൊട്ട് താഴെ മുതൽ 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിലാണ്, 83%. മാൻഡിലിൻ്റെ സാധാരണ ഊഷ്മാവ് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിലും അധോമാൻഡിലും. അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. അപ്പം നോക്കിക്കേ, ഈ ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാ? മാൻഡിലാണ് അല്ലേ. ഭൂവൽക്കം മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാൻഡിലിന് 2 ഭാഗങ്ങളാണുള്ളത്, ഉപരിമാൻഡിൽ, അധോമാൻഡിൽ. ഇനി സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാൻഡിലിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഉപരിമാൻഡിലിൽ എന്ത് സംയുക്തങ്ങളാണ്? സിലിക്കൺ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാൻഡിൽ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ശിലാമണ്ഡലം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശിലാമണ്ഡലം എന്താണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന ഭാഗമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും പരമാവധി 10 മുതൽ 200 കിലോമീറ്റർ വരെ കനത്തിലുള്ള പാളിയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് ശിലാമണ്ഡലമാണ്, ലിത്തോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേരുന്ന പ്രദേശമാണ് ശിലാമണ്ഡലം. 10 മുതൽ 200 കിലോമീറ്റർ വരെ കനത്തിലുള്ള പാളിയാണ് ലിത്തോസ്ഫിയർ. ഇതിന് പറയുന്ന മറ്റ് പേരുകളാണ് സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നിവയൊക്കെ. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പം മാൻഡിലിൻ്റെ ഭൂവൽക്കത്തിൻ്റെ താഴെയും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു. ഇനി മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതിന് ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അസ്തനോസ്ഫിയർ ഏകദേശം 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അഗ്നിപർവ്വതങ്ങളുടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ്. അതായത് ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുമ്പം അവിടുന്ന് ഒരു ലാവ പുറത്തേക്ക് വരുമല്ലോ, അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ അസ്തനോസ്ഫിയർ ആണ്.
അസ്തനോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുർബലം എന്നാണ് വരുന്നത്. അസ്തനോ എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബലം. അസ്തനോസ്ഫിയറിന് താഴെ വ്യാപിച്ചു കിടക്കുന്ന അധോ മാൻഡിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ അസ്തനോസ്ഫിയറിന് താഴെയായിട്ട് അധോ മാൻഡിൽ എന്ന ഭാഗമുണ്ട്. ആ ഭാഗം എങ്ങനെയാണ്? അത് ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടിയ അസ്തനോസ്ഫിയറിൻ്റെ സാന്ദ്രത 3.4 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ മാൻഡിലിൻ്റെ ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് കേട്ടോ. മാൻഡിലിന് ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഈ ബോക്സ് ഒന്ന് നോക്കിക്കേ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അത് അലുമിനിയമാണ്. ഇനി ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ്. അപ്പം ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ലോഹം അലുമിനിയം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ്. ഓർത്തിരുന്നോണേ. അടുത്തതാണ് കാമ്പ്. മാൻഡിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ് എന്നറിയപ്പെടുന്നത്. കാമ്പ് എവിടെയാണ്? മാൻഡിലിൻ്റെ താഴെ അല്ലേ? ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. മാൻഡിലിൻ്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ച് കിടക്കുന്നത്. കാമ്പിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ്, അകക്കാമ്പ്. ഔട്ടർ കോറും ഇന്നർ കോറും. കാമ്പിന് 2 ഭാഗങ്ങളാണ്. പുറക്കാമ്പ്, അകക്കാമ്പ്. ഔട്ടർ കാമ്പും ഉണ്ട്, ഇന്നർ കാമ്പും ഉണ്ട്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അകക്കാമ്പിലെ പദാർത്ഥങ്ങളോ അത് ഖരാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഈ കാമ്പിന് 2 ഭാഗങ്ങളാണ്, പുറക്കാമ്പ്, അകക്കാമ്പ്. അതിൽ പുറക്കാമ്പിലെ ഭാഗങ്ങൾ എങ്ങനെയാണ്? ഉരുകിയ അവസ്ഥയിലായിരിക്കും. ഇനി അകക്കാമ്പിലെ, അതായത് ദ്രാവക അവസ്ഥയിൽ, ഉരുകിയ അവസ്ഥയിൽ. അകക്കാമ്പിലെ പദാർത്ഥങ്ങളോ അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാനുള്ള കാരണം എന്താണ്? അത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ്. അപ്പോൾ ഈ ഭൂമിയുടെ അകക്കാമ്പ്, പുറക്കാമ്പ് ഉരുകിയ ദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഈ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ്. അകക്കാമ്പിൻ്റെ ഏകദേശ കനമാണ് 3400 കിലോമീറ്റർ എന്ന് പറയുന്നത്. കാമ്പിൻ്റെ തുടക്ക ഭാഗത്ത് സാന്ദ്രത 5 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. ഇനി ഭൗമ കേന്ദ്രത്തിലെത്തുമ്പോൾ, അതായത് ഏകദേശം ഈ 6300 കിലോമീറ്റർ താഴ്ചയിൽ സാന്ദ്രത എന്ന് പറയുന്നത് 13 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആയി ഉയരുന്നുണ്ട്. ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഏകദേശ ഊഷ്മാവ് ടെമ്പറേച്ചർ 2600 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അപ്പം അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും ഉപയോഗിച്ചിട്ടുണ്ടാണ്. അതുകൊണ്ട് അകക്കാമ്പ് അറിയപ്പെടുന്നത് എന്താണ്? നിഫെ എന്നാണ്. നിക്കലും അയണും ചേർന്ന് വന്നതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് നിഫെ എന്നാണ്. ഓക്കെ, ഓർത്തിരുന്നോണം. സിമ നമ്മൾ ഭൂവൽക്കം പഠിച്ചപ്പോൾ പറഞ്ഞു. കാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ അകക്കാമ്പ് അറിയപ്പെടുന്നത് നിഫെ എന്നാണ്. എന്താണ്? നിക്കലും അയണുമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി അതിർവരമ്പുകളെ പറ്റി പഠിക്കാം. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നതാണ് കോൺറാഡ് വിച്ഛിന്നത. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിയാലിനെയും സിമ വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നതയാണ്. ഇനി ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും, ഭൂവൽക്കം, മാൻഡില്, ഇതിനെ തമ്മിൽ വേർതിരിക്കുന്നത് മൊഹറോവിസിക് വിച്ഛിന്നതയാണ്. സിയാലിനെയും സിമയെയും കോൺറാഡ് വിച്ഛിന്നതയും ഭൂവൽക്കത്തിലെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മൊഹറോവിക്സ് വിച്ഛിന്നത. ഈ അതിർവരമ്പുകൾ ക്വസ്റ്റ്യൻ PSC വീണ്ടും ആവർത്തിക്കുന്നതാണ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ അതിർവരമ്പുകൾ നമ്മൾ നല്ലപോലെ പഠിക്കണേ.
അടുത്തത് ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നതയാണ്. ഉപരിമാൻഡിലിനെയും അധോമാൻഡിലിനെയും വേർതിരിക്കുന്നതാണ് റെപ്പറ്റീവ് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നതയാണ്. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലേമാൻ വിച്ഛിന്നത. അടുത്തതായിട്ട് നമ്മൾ ഭൂകമ്പങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ എന്താണ്? ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പങ്ങൾ. ഓക്കെ, ഇനി വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം വിച്ഛേദിക്കപ്പെടുന്നു. വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരസ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനമാണ് ഭൂകമ്പങ്ങൾ. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പം. ഈ പ്രതിഭാസത്തിന് കാരണം എന്താണ്? വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നു. അതായത് ഊർജം വിവിധ തരംഗരൂപത്തിലെ പല സ്ഥലങ്ങളിലേക്കും പ്രവഹിക്കുമ്പോൾ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരസ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂകമ്പങ്ങൾ. നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി വിവരങ്ങൾ അറിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഭൂകമ്പങ്ങൾ പ്രകമ്പനങ്ങൾ വഴിയാണ്. ഭൂകമ്പം എന്ന വാക്ക്, എർത്ത് കേക്ക് എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ചോദിച്ചാൽ അത് ഗ്രീക്ക് ഭാഷയാണ്. സീസ്മോസ് എന്നാണ് പറയുന്നത്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ചോദിച്ചിട്ടുണ്ട്, ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇനി ഈ ഭൂകമ്പ തരംഗങ്ങളുടെ വിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി, ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഇനി ഈ ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിധികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം എന്ന് പറയുന്നത്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനിയാണ് 1880. അപ്പോൾ ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് 1880 ഇംഗ്ലണ്ടുകാരനായ ജോൺ മിൽനിയാണ്. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫ്രാൻസിസ് റിക്ടർ ആണ്. USA ചാൾസ് ഫ്രാൻസിസ് റിക്ടർ 1935 റിക്ടർ സ്കെയിൽ കണ്ടുപിടിക്കുന്നത്. റിക്ടർ സ്കെയിലിൻ്റെ അളവ് ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ അത് 0 to 10 വരെയാണ് കേട്ടോ. റിക്ടർ സ്കെയിലിൻ്റെ അളവെന്ന് പറയുന്നത് 0 മുതൽ 10 വരെയാണ്. റിക്ടർ സ്കെയിലിൽ ഏകദേശം 5.5 മുകളിൽ വരുന്ന ഭൂകമ്പങ്ങളാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം റിക്ടർ സ്കെയിലിൽ 5.5 മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഏകകം അത് മെർക്കല്ലി സ്കെയിലാണ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഏകകം മെർക്കല്ലി സ്കെയിലാണ്. ഇറ്റാലിയൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ മെർക്കാലിയുടെ പേരാണ് ഭൂകമ്പ തീവ്രതയുടെ ഏകകത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീവ്രത അളക്കുന്ന ഏകകം മെർക്കല്ലി സ്കെയിൽ. ഈ മെർക്കല്ലി സ്കെയിൽ 12 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പ തീവ്രത നിർണ്ണയിക്കുന്നത്. ഭൂകമ്പ തീവ്രതയുടെ തോത് 1 മുതൽ 12 വരെ ആകാം. റോസിഫോറൽ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഭൂകമ്പ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഭൂകമ്പ മാപിനി ആദ്യമായി ഉപയോഗിച്ച രാജ്യക്കാർ ചൈനക്കാരാണ്. ഭൂകമ്പ മാപിനി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചൈനക്കാർ. ലോക ഭൂകമ്പ വിജ്ഞാന സമിതി രൂപം കൊണ്ട വർഷം 1903. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതൊന്നും. ഇനി അടുത്ത് നോക്കിക്കേ, ഭൂവൽക്ക ശിലാപാളികളിലെ വിടവുകളായ ഭ്രംശങ്ങളിലൂടെയാണ് ഉള്ളറയിൽ നിന്നും ഊർജ്ജമോചനം സംഭവിക്കുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് നമ്മൾ ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ട് കണക്കാക്കുന്നത്. ഭൂകമ്പങ്ങൾക്ക്
ഓക്കെ, അതായത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഭൂവൽക്കത്തിനുള്ളിൽ നിന്നും ഊർജം പല സ്ഥലത്തിലേക്ക് മോചിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് കാണുന്ന ഭാഗത്തെ ഇവിടെ നിന്നാണോ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോകുന്നത് അതിനെയാണ് പ്രഭവ കേന്ദ്രം, ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഭൂകമ്പ നാഭി എന്ന് നമ്മൾ പറയുന്നത്. ഹൈപ്പോ സെൻറ്റർ എന്നറിയപ്പെടുന്നതും പ്രഭവ കേന്ദ്രത്തെയാണ്. ഹൈപ്പോ സെൻറ്റർ എന്നറിയപ്പെടുന്നതും ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തെയാണ്. ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അതികേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലമാണ് അതികേന്ദ്രം. അപ്പോൾ ഏറ്റവും ശക്തമായി ഭൂകമ്പം അറിയപ്പെടുന്നത് അതികേന്ദ്രത്തിലാണ്. ഈ അതികേന്ദ്രമോ ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു ബിന്ദുവാണ് അതികേന്ദ്രം. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് അപ്പോൾ എവിടെയായിരിക്കും? ഈ അതികേന്ദ്രത്തിലായിരിക്കും. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ഹെയ്റ്റി. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഹെയ്റ്റിയാണ്. ലോകത്ത് രേഖപ്പെടുത്തിയവയിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം നടന്ന സ്ഥലമാണ് ചിലിയിലെ വാൽഡിവിയയിൽ. 9.5 അന്ന് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരിക പഠനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ലോക ഭൂകമ്പ വിജ്ഞാന സമിതിയാണ്. ഇത് നിലവിൽ വന്നത് 1903 തുടർചലനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഏത് ഭൂവാതകത്തിൻ്റെ സാന്നിധ്യമാണ് ആ പ്രദേശത്ത് ഭൂകമ്പ സാധ്യതാ മേഖല എന്ന് പരിഗണിക്കാൻ കാരണമാകുന്നത് റഡോൺ ആണ്. എന്താണ് റഡോൺ എന്ന് ചോദിച്ചാൽ തുടർചലനങ്ങൾ ഉണ്ടാകുന്നു അല്ലേ, ഒരു ഭൂകമ്പം ഉണ്ടായി അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാകുന്നു, ആ പ്രദേശങ്ങളിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അപ്പോൾ ഏത് വാതകത്തിൻ്റെ സാന്നിധ്യമാണ് ആ പ്രദേശത്ത് ഭൂകമ്പ സാധ്യതാ മേഖല എന്ന് പരിഗണിക്കാൻ കാരണമാകുന്നത് ഈ റഡോണിൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, തുടർചലനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഏത് വാതകത്തിൻ്റെ സാന്നിധ്യമാണ് ആ പ്രദേശത്തെ ഈ ഭൂകമ്പ സാധ്യതാ മേഖല എന്ന് പരിഗണിക്കാൻ അല്ലെങ്കിൽ നമുക്കതിനെ ഹെൽപ്പ് ചെയ്യുന്നത് റഡോൺ ആണ്. ഇനി ഭൂകമ്പ തരംഗങ്ങൾ എത്രയാണ്? 2 വിധമാണ് മുഖ്യമായിട്ടും. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ഈ ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായും 2ആയിട്ട് തിരിക്കുന്നു. ബോഡി തരംഗങ്ങൾ എന്നും ഉപരിതല തരംഗങ്ങൾ എന്നും. അതായത് ബോഡി വേവ്സ് എന്നും സർഫസ് വേവ്സ് എന്നും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂവസ്തുക്കളുടെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവേഗത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തരംഗങ്ങൾ കൂടുതൽ വേഗത്തിലും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ തരംഗങ്ങൾ കുറഞ്ഞ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇനി ബോഡി തരംഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഊർജ്ജമോചനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന തരംഗം ഫസ്റ്റ് വരുന്നത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഈ ഊർജ്ജം അവിടുന്ന് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ആദ്യ തരംഗങ്ങളാണ് ബോഡി തരംഗങ്ങൾ. പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഊർജ്ജമോചനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉൾഭാഗത്തുകൂടി എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. അതിനാലാണ് ഈ തരംഗങ്ങളെ ബോഡി തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജമോചനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉൾഭാഗത്തുകൂടി തന്നെ എല്ലാ ദിശകളിലേക്കും ഇത് സഞ്ചരിക്കും. അതിനാലാണ് ഇവയെ നമ്മൾ എന്ത് പറയുന്നത്? ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ബോഡി തരംഗങ്ങൾ എത്ര വിധത്തിലുണ്ട്? 2 വിധത്തിലുണ്ട്. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും. അതായത് പ്രൈമറി വേവ്സും ഉണ്ട്, സെക്കൻഡറി വേവ്സും ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രൈമറി വേവ്സിൻ്റെ പിക്ചറാണ് കേട്ടോ. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ, പ്രൈമറി വേവ്സ്. ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന തരംഗമാണ് പി തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പി തരംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ പ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന തരംഗങ്ങളാണ് ഈ പ്രൈമറി തരംഗങ്ങൾ, പി തരംഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളും പ്രാഥമിക തരംഗങ്ങളാണ്. പി വേവിൻ്റെയും എസ് വേവിൻ്റെയും ആഗമനത്തിന് ഇടയിലുള്ള കാലതാമസത്തെ അറിയപ്പെടുന്നതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്.
ഈ അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ കേട്ടോ. അതാ നമ്മൾ എന്താ പറയുന്നത്, ഇന്നർ കോറിൽ കൂടെയാണ് പോകുന്നത്. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഈ പ്രൈമറി വേവ്സ്. ഖരദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഈ പ്രൈമറി വേവ്സിന് അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പി തരംഗങ്ങളുടെ കമ്പനം തരംഗദിശയ്ക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. പ്രൈമറി വേവ്സിൻ്റെ ആ കംപ്രഷൻ എങ്ങനെയാണ് ആ തരംഗദിശയ്ക്ക്, ആ വേവിൻ്റെ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഇത് പോകുന്നത്. അടുത്തത് എസ് തരംഗങ്ങളാണെങ്കിലോ പി തരംഗങ്ങളെക്കാൾ കൂടുതൽ സമയമെടുത്ത് ഉപരിതലത്തിലെത്തുന്ന ബോഡി തരംഗമാണ് ദ്വിതീയ തരംഗം അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത്. ഈ ദ്വിതീയ തരംഗം അറിയപ്പെടുന്നത് എസ് തരംഗങ്ങൾ എന്നാണ്. മധ്യമ തരംഗങ്ങൾ എന്നും ഈ ദ്വിതീയ തരംഗങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഖരമാധ്യമങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഭൂകമ്പ തരംഗമാണ് എസ് തരംഗം. അപ്പം പി തരംഗങ്ങൾക്ക് ഖരദ്രാവക വാതകത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ എസ് സെക്കൻഡറി വേവ്സിന് എന്താണ്, അതിന് മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ. അത് ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇനി തരംഗദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ ദ്വിതീയ തരംഗങ്ങൾ, മധ്യമ തരംഗങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ലംബമായിട്ടാണ്, തരംഗദിശയ്ക്ക് ലംബമായിട്ട്. പ്രൈമറി വേവ്സ് തരംഗദിശയ്ക്ക് സമാന്തരമായിട്ട് പോകുമ്പോൾ സെക്കൻഡറി വേവ്സ് എങ്ങനെയാണ്, അത് തരംഗദിശയ്ക്ക് ലംബമായിട്ടാണ് ചലിക്കുന്നത്. ദ്രവത്തിലൂടെ സഞ്ചരിക്കാത്ത തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ എസ് വേവ്സ് എന്ന് പറയുന്നത്. ഈ എസ് തരംഗങ്ങളുടെ സവിശേഷത ഭൂമിയുടെ ഉള്ളറയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. നമ്മുടെ സീസ്മോഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങളാണ് കേട്ടോ. സീസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം രേഖപ്പെടുന്നതാണ് സർഫസ് തരംഗങ്ങൾ അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ. ഷിയർ വേവ്സ്, ഡിസ്ട്രോഷണൽ വേവ്സ് എന്നീ പേരിൽ അറിയപ്പെടുന്നതും എസ് വേവ്സ് ആണ്. അടുത്തതിന് ഉപരിതല തരംഗങ്ങൾ, സർഫസ്. ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഏത് തരംഗങ്ങളെക്കുറിച്ചായിരുന്നു, ബോഡി തരംഗങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ, ബോഡി വേവ്സിനെ കുറിച്ച്. ഇനി പറയുന്നത് ഉപരിതല തരംഗങ്ങളാണ്, അത് സർഫസ് വേവ്സ്. ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്. ബോഡി തരംഗങ്ങളെക്കാൾ ഉപരിതല തരംഗങ്ങൾക്ക് വ്യാപ്തിയും ദൈർഘ്യവും കൂടുതലാണ്. ഉപരിതലത്തിലൂടെ മാത്രം നീങ്ങുന്ന ഈ തരംഗങ്ങൾക്ക് തരംഗദൈർഘ്യം വളരെ കൂടുതലാണ്. അപ്പം ഈ ഉപരിതല തരംഗങ്ങൾ എങ്ങനെയാണ്, അത് ഉപരിതലത്തിൽ കൂടി മാത്രമേ നീങ്ങുന്നുള്ളൂ. മറ്റേത് നമ്മൾ പറഞ്ഞപ്പോൾ ഭൂമിയുടെ അടിയിൽ കൂടി പോകുന്നുണ്ട് അല്ലേ. ലോങ് പീരീഡ് വേവ്സ് എന്ന് വിളിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് സർഫസ് വേവ്സ്. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് ഉപരിതല തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും മന്ദഗതിയിലുള്ളതിനാൽ ഭൂകമ്പ മാപിനിയിൽ ഏറ്റവും അവസാനമാണ് ഇവ രേഖപ്പെടുത്തുന്നത്. ഉപരിതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരികളാണ്. അത് ശിലകളുടെ സ്ഥാനമാറ്റത്തിനും ഉപരിതല ഭൗതിക വസ്തുക്കളുടെ നാശത്തിനും കാരണമാകുന്നുണ്ട്. 2 തരം ഉപരിതല തരംഗങ്ങളാണുള്ളത്, റേലൈ വേവ്സും ലവ് വേവ്സും, എൽ വേവ്സ്. തിരശ്ചീനമോ ലംബമോ ആയ ചലനങ്ങളില്ലാതെ ദീർഘവൃത്താകൃതിയിലുള്ള ചലനത്തിൽ, അതായത് ജലതരംഗ പോലെ ഭൂമി കുലുങ്ങുന്നതിന് കാരണമാകുന്ന ഭൂകമ്പ പ്രതല തരംഗമാണ് റെയ്ലി വേവ്സ് എന്ന് പറയുന്നത്. അതായത് വളരെ ശക്തമായി വരുന്നത്. റോളിംഗ് വേവ് എന്നും ഈ റെയ്ലി വേവ് അറിയപ്പെടുന്നുണ്ട്. ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയായതാണ് ഏത്, റെയ്ലി വേവ്. റെയ്ലി വേവ് തരംഗങ്ങളുടെ അസ്തിത്വം ഗണിതശാസ്ത്രപരമായി പ്രവചിച്ചത് ലോർഡ് റെയ്ലിയാണ്. അതുകൊണ്ടാണ് അത് റെയ്ലി വേവ് എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹമാണ് ഇതിന് എക്സ്പ്ലനേഷൻ നൽകിയത്. 1885 ലോർഡ് റെയ്ലി ഈ തരംഗം കണ്ടുപിടിച്ചത്. പക്ഷേ PSCയുടെ ഉത്തരസൂചികയിൽ 1887 എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോർഡ് റെയ്ലി എന്നാണ് ഈ റെയ്ലി വേവ്സ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 1885. പക്ഷേ 87 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ നമ്മൾ അത് വേണം പറയാനായിട്ട്. കടന്നു പോകുമ്പോൾ ഉപരിതലം വശത്തേക്ക് മുറിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഭൂകമ്പമാണ് എൽ വേവ്. ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയ തരംഗമാണ് ലവ് തരംഗങ്ങൾ.
അഗസ്റ്റസ് എഡ്വേർഡ് ഹൗ ലവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന തരംഗമാണ് ലവ് തരംഗം. ചലന കേന്ദ്രത്തിൽ നിന്നും നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്തിച്ചേരാറില്ല. ഇത്തരം മേഖലകളാണ് നിഴൽ മേഖലകൾ അല്ലെങ്കിൽ ഷാഡോ സോണ്. പി വേവ് ഷാഡോ സോണാണ് 105 ഡിഗ്രി ടു 145 ഡിഗ്രി. എസ് വേവിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 ഡിഗ്രി ടു 102 ഡിഗ്രി വരെ എതിർവശത്തേക്കാണ്. ഇനി എസ് തരംഗങ്ങളുടെ നിഴൽ മേഖല പി തരംഗങ്ങളുടെ നിഴൽ മേഖലയേക്കാൾ വളരെ വിസ്തൃതമാണ്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയെ 4 ഭൂകമ്പ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. 4 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. വിവിധ തരം ഭൂകമ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂകമ്പമാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നു, ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂകമ്പമാണ് ടെക്ടോണിക് ഭൂകമ്പം. ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ ഉണ്ടാകുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ, വോൾക്കാനിക് എർത്ത് ക്വേക്ക്. ഇനി ആണവരാസ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ, എക്സ്പ്ലോഷൻ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. തീവ്ര ഖനന മേഖലകളിൽ ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിഞ്ഞുണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങൾ അറിയപ്പെടുന്നത് കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്നാണ്. കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഭൂകമ്പങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 7.6 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് നോട്ടോ പെനിൻസുല സ്ഥിതി ചെയ്യുന്ന രാജ്യം ജപ്പാനിലാണ്. അപ്പോൾ ജപ്പാനിലെ നോട്ടോ പെനിൻസുലയിൽ 2024 7.6 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ഇനി 2024 ഏപ്രിൽ 7.4 തീവ്രത റിക്ടർ സ്കെയിലിലും കൂടാതെ 2024 ഓഗസ്റ്റിൽ 6.1 തീവ്രത റിക്ടർ സ്കെയിലിലും ഭൂകമ്പം ഉണ്ടായത് തായ്വാനിലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടൊന്ന് ഓർത്തിരുന്നോണം. 7.6 ജപ്പാനിലെ നോട്ടോ പെനിൻസുലയിലും 7.4 2024 ഏപ്രിലും 2024 ഓഗസ്റ്റിൽ 6.1 തീവ്രത തായ്വാനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും 2024 ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഭൂമിയുടെ ഘടന, ഭൂകമ്പം എന്നിവയെക്കുറിച്ചാണ് പഠിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂമിയുടെ ഘടന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് കാണുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലപോലെ തന്നെ പഠിച്ച് മുമ്പോട്ട് പോവുക. ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെഷൻ്റെ സീരീസ് നിങ്ങൾ കാണുക, പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.